ഒടുവിൽ ഷെയ്ഖ് ഹസീനയെ തേടി വധശിക്ഷയെത്തി. ബംഗ്ലാദേശിൽ അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്ക് മേൽ ആക്രമണം നടത്തിയെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. പ്രക്ഷോഭകാരികൾക്ക് മേൽ മാരകായുധങ്ങൾ പ്രയോഗിക്കാൻ ഉത്തരവിട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ വെടിവയ്പ്പിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു. ഹസീനയ്ക്കെതിരായി കണ്ടെത്തിയ കുറ്റങ്ങൾ നിരവധി: കൊലപാതകം, ഉന്മൂലനം, പീഡനം, മറ്റ് മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ തുടങ്ങി 5 കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് വിചാരണ നടന്നത്. അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിന്റെ 3-അംഗ ബെഞ്ചാണ് കേസുകൾ പരിഗണിച്ചത്. കുറ്റം ചെയ്തതിന് തെളിവുണ്ടെന്നാണ് പ്രത്യേക ട്രൈബ്യൂണലിന്റെ നിരീക്ഷണം. മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്സമാൻ ഖാനും വധശിക്ഷ വിധിച്ചു. 2024 ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്താൻ ഉത്തരവിടുന്നു. അനധികൃത വധശിക്ഷകൾ നടപ്പാക്കുന്നു. സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ശേഷം ഇന്ത്യയിൽ അഭയം തേടിയ ഹസീന ഇത് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ചു. അല്ലാഹു എനിക്ക് ജീവൻ നൽകി, അല്ലാഹു അതെടുക്കും, പക്ഷേ ഞാൻ എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരും എന്നവർ ഒരു ഓഡിയോ സന്ദേശത്തിൽ പ്രതികരിക്കുന്നു. ധാക്കയിൽ ഹസീനയുടെ അവാമി ലീഗ് പാർട്ടി പ്രവർത്തകർ പ്രതിഷേധം ആരംഭിച്ചതോടെ പലയിടത്തും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഈ വിധി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ പുതിയ സമ്മർദ്ദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ പ്രവാസത്തിൽ കഴിയുന്ന ഹസീനയെ വിട്ടു നൽകണമെന്ന് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ജോലികളിലെ വിവാദപരമായ കോട്ട സമ്പ്രദായമായിരുന്നു സർക്കാരിനെതിരെ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിക്കാൻ ഇടയാക്കിയത്. പ്രതിഷേധം കലാപത്തിലേക്ക് നീങ്ങിയതോടെ സൈന്യം നടത്തിയ ഇടപെടലിൽ 1400ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്താൻ സൈന്യം നടത്തിയ ഇടപെടലിന്റെ പിന്നിലെ സൂത്രധാരനും പ്രധാന ശില്പിയും ഷെയ്ഖ് ഹസീനയാണെന്നാണ് ആരോപണം.